പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പുതുവത്സരാഘോഷങ്ങളുടെ തിരക്കുകളും ലഹളകളും കഴിഞ്ഞ് സമാധാനത്തോടെ ശാന്തതയോടെ ഇരിക്കുന്ന ദിവസം ഒരു കഥ കേൾക്കൂ. നിശബ്ദ ദിനം. പുതുവത്സരാഘോഷ രാവിൽ ഗ്രാമം മുഴുവനും തിളങ്ങി. പടക്കങ്ങളുടെ ശബ്ദങ്ങളും ചിരിയുടെ മുഴക്കവും കാറ്റിലലിഞ്ഞു. പക്ഷേ ആഘോഷങ്ങൾ അവസാനിച്ചപ്പോൾ ചിലർ വല്ലാതെ ക്ഷീണിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് കൂടി. ശബ്ദങ്ങളിൽ നിന്ന് അകന്ന് ശാന്തത തേടുന്ന ഹൃദയങ്ങൾ. അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അനു. അവൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. എല്ലാവരോടും ശാന്തമായി പെരുമാറി, ചിരിച്ചു, സന്തോഷിച്ചു. ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനു ചിന്തിച്ചു, ഇനി കുറച്ച് ഏകാന്തത വേണം. നിശബ്ദമായ ഒരിടത്ത് ഇരിക്കണം. അടുത്ത ദിവസം രാവിലെ അനു ആരോടും പറയാതെ കുളത്തിനരികിലെ പഴയ മാവിൻ ചുവട്ടിലേക്ക് പോയി. അവിടെ പക്ഷികൾ നിശബ്ദമായി ചിറകടിക്കുകയും വെള്ളത്തിൽ ചെറു ഓളങ്ങൾ കളകള ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ആ ചെറു ശബ്ദം നിശബ്ദമായി അവൾക്ക് തോന്നി. ശാന്തതയിൽ അവൾ ശ്വാസോച്ഛ്വാസം ചെയ്തു. മനസ്സിൻ്റെ കനം കുറഞ്ഞതുപോലെ അനുവിന് തോന്നി. അവൾ മനസ്സിൽ സംസാരിച്ചു. ഇടയ്ക്ക് ശബ്ദം താഴ്ത്തി ഒറ്റയ്ക്ക് പലതും പറഞ്ഞു. ഇത് കേട്ട് അച്ഛൻ അവിടെ എത്തി. എന്താ മോളെ, ഒറ്റയ്ക്കാണോ? അനു ചിരിച്ചു. അല്ല, ഒറ്റയ്ക്കല്ല, ഞാൻ എന്നോട് കൂട്ടുകൂടി സന്തോഷിക്കുകയാണ്. അച്ഛന് കാര്യം മനസ്സിലായി. അദ്ദേഹം അവളുടെ അടുത്ത് നിശബ്ദമായിരുന്നു. ആ നിശബ്ദത തന്നെയാണ് അവരുടെ സംഭാഷണമായത്. അന്നു വൈകുന്നേരം അവൾ തന്നെപ്പോലെയുള്ള ചുരുക്കം ചില കൂട്ടുകാരുടെ കൂടെ കൂടി ഗ്രാമത്തിൽ ഒരു ചെറിയ പോസ്റ്റർ പതിപ്പിച്ചു. ഇന്ന് നിശബ്ദ ദിനം. സംസാരിക്കണമെന്നില്ല, ലഹള കൂട്ടണമെന്നില്ല, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മതി. ആ ദിവസം ചിലർ പുസ്തകങ്ങളോടൊപ്പം ഇരുന്നു, ചിലർ പ്രകൃതിയോട് സംസാരിച്ചു, ചിലർ നിശബ്ദതയിൽ വിശ്രമിച്ചു. അന്തർമുഖരായവർക്ക് അവരുടെ ഊർജം വീണ്ടെടുക്കാൻ സമയം ലഭിച്ചു. ബഹളങ്ങളില്ലാതെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ഇടം കിട്ടി. ആ ദിവസത്തിൻ്റെ അവസാനം അനു മനസ്സിലാക്കി, നിശബ്ദത ദൗർബല്യമല്ല, അത് ശാന്തതയാണ്. നിശബ്ദതയുടെ സൗന്ദര്യം ഇതാണ്. എല്ലാവരെയും ഒരേ രീതിയിൽ സന്തോഷിപ്പിക്കേണ്ടതില്ല. ചിലർക്ക് മനസ്സിൽ സ്ഥാനം നൽകുകയാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ആ ഗ്രാമത്തിൽ ഓരോ പുതുവർഷത്തിനു ശേഷവും ഒരു ദിവസം നിശബ്ദ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. അന്തർമുഖരെ മനസ്സിലാക്കാനും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നൽകാനും ഉതകുന്ന ദിനം.